നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ഇന്റർ മിലാൻ ബോഡോ ഗ്ലിംറ്റിനോട് പൊട്ടിയാണ് പുറത്തായത്. അതുമാത്രം വെച്ചിട്ടല്ല ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ ഇറ്റാലിയൻ ദേശീയ ടീം കളിച്ചിട്ടില്ല, യോഗ്യത കിട്ടിയില്ല. ഇത്തവണയും ഇതുവരെ യോഗ്യത ഉറപ്പായിട്ടൊന്നുമില്ല. മാർച്ച് മാസത്തിൽ അവർക്ക് പ്ലേ ഓഫ് കളിക്കണം, യൂറോപ്യൻ മേഖല പ്ലേ ഓഫ് കളിക്കണം. പ്ലേ ഓഫ് പാത്തിൽ സെമി ഫൈനലിൽ അവർ നോർത്തേൺ അയർലൻഡിനെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ പിന്നെ അതിൻ്റെ ഫൈനലിലേക്ക് എത്തി. അങ്ങനെയൊക്കെ വഴി അത്ര എളുപ്പമല്ല. എന്ന് പറഞ്ഞാൽ അവർ 3ാം തവണയും സ്ട്രൈറ്റായിട്ട് വേൾഡ് കപ്പ് മിസ്സാവാനുള്ള നല്ല സാധ്യത കിടപ്പുണ്ട് എന്നർത്ഥം. ഇനി സ്ക്യൂഡറ്റോ ഹോൾഡേഴ്സായിട്ടുള്ള നാപ്പോളി, അവരുടെ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള നാപ്പോളി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലീഗ് സ്റ്റേജിൽ തന്നെ പുറത്തായിരുന്നു. ഇപ്പോഴത്തെ സീരിയ ലീഡർ ഇന്റർ മിലാൻ ബോഡോ ഗ്ലിംറ്റിനോട് 2 പാദ മത്സരങ്ങളിലും പൊട്ടി നോക്കൗട്ട് പ്ലേ ഓഫിൽ പുറത്തായി. അറ്റലാന്റയും യുവൻറ്റസും അവരുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ 2+ ഗോൾസിന് ആദ്യ പാദത്തിൽ വീണ് നിൽപ്പാണ്. എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൺ ദി വെർജ് ഓഫ് എലിമിനേഷൻ എന്ന രൂപത്തിലാണ്. ഒരു ഇറ്റാലിയൻ ടീം യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് എത്ര വർഷമായെന്നറിയോ? 10-15 വർഷക്കാലമായി. 2009-2010 ഏറ്റവും ഒടുവിൽ ഒരു ഇറ്റാലിയൻ ടീം UCL നേടുന്നത്. തീർച്ചയായിട്ടും ഇറ്റാലിയൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ടഫായിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് അവരുടെ ടീമുകൾ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അറ്റലാന്റയും ഡോട്ട്മുണ്ടും തമ്മിലാണ് ഒരു കളിയുള്ളത്. അറ്റലാന്റ വേഴ്സസ് ഡോട്ട്മുണ്ട് മത്സരം ആദ്യ പാദം 2-0 അറ്റലാന്റ തോറ്റതാണ്. യുവൻറ്റസ് ഗാലറ്റസറായിക്കെതിരെ കളിക്കുന്നുണ്ട്. ആദ്യ പാദത്തിൽ നന്നായിട്ട് തോറ്റ് നിൽക്കുകയാണ് യുവൻറ്റസ്. 5-2 അന്ന് തോറ്റത്. സോ മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ നിൽപ്പാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ ആരാധകർക്ക് ഏതായാലും ആശങ്കയാണ്, നിരാശയാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. പക്ഷേ അവർക്കൊരല്പം ആശ്വാസം നൽകാൻ ഈ ടീമുകൾക്ക് കഴിയുമോ? അതായത് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്ന യുവൻറ്റസിനും അതുപോലെ തന്നെ അറ്റലാന്റയ്ക്കും കഴിയുമോ എന്നുള്ളതാണ് ഇന്നറിയേണ്ടതെങ്കിൽ അവരേറ്റവും അധികം കാത്തിരിക്കുന്നത് മാർച്ച് മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തുടർച്ചയായി 3 തവണയൊക്കെ വേൾഡ് കപ്പ് യോഗ്യത കിട്ടാതെ പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റലിക്കത് താങ്ങാൻ കഴിയില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.